യെസ് ഗെറ്റ് സെറ്റ് ബേബി റെഡി. എല്ലാവരും തിയേറ്ററിലോട്ട് ഓടിപ്പോണം ഈ ഒരു പടം കാണാനായിട്ട്, ഫാമിലി ആയിട്ട്. കാരണം കുറേ നാൾക്ക് ശേഷമാണ് മലയാളത്തിൽ നിന്ന് ഇത്ര സിമ്പിളായിട്ടൊരു പടം. വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ നമ്മൾ വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നൈസിന് പോയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടിരുന്ന ഒരു പടം. അപ്പോൾ കഴിഞ്ഞ ഓഫീസറിന്റെ റിവ്യൂവിൽ എല്ലാവരും ഊക്കിയിട്ട അവൻ എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇതൊരു ഫീൽ ഗുഡ് ടെംപ്ലേറ്റ് സ്റ്റോറി ആണെങ്കിലും ഇതിനകത്തുള്ള ഡയറക്ഷൻ്റെ മികവ് കൊണ്ടും അവിടെ എന്താ വെച്ചാൽ സ്റ്റോറി കണക്റ്റ് ആവുന്നതുകൊണ്ടും ക്യാരക്ടേഴ്സ് നമ്മുടെ കണക്ട് ചെയ്യുന്നതുകൊണ്ടും എല്ലാം കണക്ട് ചെയ്യുന്നതുകൊണ്ടും സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണക്ടിവിറ്റി ആയിരുന്നു പടം. അപ്പോൾ പടം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ തുടങ്ങുന്നത് തന്നെ ഭയങ്കര സിമ്പിളായിട്ടാണ്. ഉണ്ണിമൂന്നൻ്റെ ഒരു ഇൻട്രോ. അപ്പോൾ നമ്മൾ മാർക്കൊക്കെ കണ്ട ആ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ, അപ്പോൾ ആ ഒരു ലുക്കിലൊക്കെ പുള്ളി ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു സാധനം. ഫാൻസ് ഒന്നും അല്ലായിരുന്നു, 10-15 പേരുള്ളത്. ഞാനൊക്കെ കൈ അടിച്ചു കേട്ടോ, ഉണ്ണിമുകുന്ദൻ ഫാൻ, ഒഫീഷ്യലി ഉണ്ണിമുകുന്ദൻ ഫാൻ. അപ്പോൾ ആ ഒരു ചാംനെസ്സും ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് തന്നെ. അപ്പോൾ എടുത്തു പറയേണ്ടത്, ഇങ്ങനത്തെ ഫീൽ ഗുഡ് സിനിമകളിൽ ചില പടങ്ങളിൽ പാട്ടിട്ട് നമ്മളങ്ങ് വെറുപ്പിക്കുക. അത് ഞാൻ ഈ ദാവീദിലൊക്കെ പറഞ്ഞില്ലേ, ഈ ഇത് തീരുന്നില്ലല്ലോ നമുക്ക് തോന്നില്ല. പക്ഷേ 8 സോങ്സ് ആണല്ലോ, അത് കുറച്ച് ഓവർ ആയി പോയി. ആവശ്യത്തിനുള്ള സോങ്സ് മാത്രം കയറ്റിയായിരുന്നു. ഓക്കെ, ഇനിയും വേണം ചാൻസ്. പക്ഷെ ഇതില് സോങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോങ് വരുന്ന അറിയുന്നില്ല, അത്രയ്ക്ക് ബ്ലെൻഡ് ആയിട്ടാണ് ഇതിൽ പടത്തിൽ പോകുന്നത്. അത് തുടക്കം ഒരു 10-30 മിനിറ്റ് വരെ ഡയലോഗ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡയലോഗ് തുടങ്ങിയിട്ട് 2 സോങ്സിൽ തന്നെ ആ സ്റ്റോറിയിലേക്ക് നമ്മൾ അങ്ങ് ഇന്നാവുകയാണ്. അത്രയ്ക്ക് നൈസായിട്ടാണ് പോകുന്നത്. അപ്പോൾ അറിയാലോ സ്റ്റോറി പ്ലോട്ട് എന്ന് പറയുന്നത് മലയാളത്തിൽ അധികം അങ്ങനെ ഈ ഒരു തീമിൽ വന്നിട്ടില്ല. കാരണം ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഹീറോ, ചെറിയ ഏതോ പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടും ഒരു സീരിയസ് ഇതിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ചോക്ലേറ്റ് മൂഡിലൊക്കെ ഇത്ര ഗേൾസൊക്കെ ഉള്ള കോളേജിൽ ഉണ്ണിമുകുന്ദൻ സ്റ്റുഡൻ്റ് ആയിട്ട് വരുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ആ ഒരു ഗേൾസൊക്കെ ആയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പാട്ടിലൂടെ തന്നെ ജസ്റ്റ് ബിൽഡ് ചെയ്ത് സ്റ്റോറി ബിൽഡ് ചെയ്യുന്നു. പതുക്കെ ഒരു ഇമോഷണൽ ലൈനിലേക്ക് പോകണം. ഇങ്ങനത്തെ പടങ്ങളൊക്കെ അറിയാലോ, എന്തെങ്കിലും ഒരു സാധനം കാണും. അപ്പോൾ പടം നൈസിന് ബിൽഡ് ചെയ്ത് ഒരു ഇമോഷണൽ ട്രാക്കിൽ കയറി. അപ്പോഴത്തേക്കും നിഖില വിമൽ വരുവാണ്. നിഖില വിമൽ ഇതിനകത്തൊരു ഫുഡ് ബ്ലോഗർ ആയിട്ടാണ്. കഥ പറയാതറാ, നീ കഥ പറയുന്നേ, നീ റിവ്യൂ കഥ പറയാതെ ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമയിലെ ഒരു പ്ലോട്ടാണ്. ഈ ഒരു പ്ലോട്ട് അവരിങ്ങനെ വലിച്ചു നീട്ടാതെ നല്ല രീതിയിൽ ഒരു നല്ല രസമായിട്ടാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. ഒട്ടും തന്നെ ബോറടിക്കത്തില്ല. ഇതിനകത്ത് കുറച്ച് ഒരു അടുപ്പിച്ചൊരു 3-4 സോങ്സ് ഒക്കെ ഉണ്ടെങ്കിലും നീ സോങ്സിന്റെ കാര്യം വിടുന്നീ. സോങ്സ് നമുക്ക് കേൾക്കുമ്പോൾ സിനിമയിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ടാണ് ആ ഒരു ഡയറക്ടർ. അതിന്റെ സെയിം ഞാൻ പറഞ്ഞ കോപ്പി അടിക്കുന്ന വേറെ പോയിന്റ്സ് ഇതിനകത്ത്. എനിക്ക് ഒരേ ഒരു നെഗറ്റീവ് ഇതിനകത്ത് ഉണ്ണിമുകുന്ദന്റെ വീടും ആ പോർഷേക്കാണ്. എത്ര സീൻസ് റീടേക്ക് ഓരോ ആംഗിളിൽ നിങ്ങൾ കാണിക്കാം. അതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ട് അത് കാണിക്കാൻ വേറെ ആംഗിൾ കാണിക്കാം. അതായത് 2-3 സെയിം ആംഗിൾ കാണിക്കുന്നുണ്ട്. പിന്നെ അത് പ്ലാറ്റിനം കൊണ്ടു നടക്കുന്നവർക്ക് പോർഷെ സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം അത്രേ ഉള്ളൂ. അല്ല, ഇതിനെ മെയിൻ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ ആർക്കാണ് ഉണ്ണിമുകുന്ദൻ്റെ. നമ്മൾ യൂഷ്വലി ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ടുന്ന ക്യാരക്ടർ ആർക്കല്ല. യൂഷ്വലി ഫീൽ ഗുഡ് ഒരു നന്മമരമായ ക്യാരക്ടർ. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡെല്ലാം കൊടുത്തിട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ കോൺഫ്ലിക്റ്റ് എല്ലാം നല്ല രീതിയിൽ കണക്ട് ചെയ്ത് ഈ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെ ഒരു മെയിൻ പോസിറ്റീവാണ് സിനിമയിൽ കാണാൻ. പിന്നെ ഫാമിലി ഓഡിയൻസിന് ഉറപ്പായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. ലൈക്ക് കുട്ടികളുണ്ടാകുന്നവരും ആ ഒരു പ്രസവം സീൻസൊക്കെ നോർമലി എടുത്താണെങ്കിൽ നമുക്ക് ഫീൽ ആവത്തില്ല. അതിൻ്റെ ഡയറക്ഷൻ്റെ മികവ് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഫീൽ ആവുന്നുണ്ട് പ്രസവത്തിൻ്റെ ടെൻഷൻ ബിൽഡ് ചെയ്യാനും അതെല്ലാം കാണിക്കുന്നതല്ല. അപ്പൊ ഇത് ശരിക്കും ഇത് ഞങ്ങൾ കാണുന്നത് പോലെ ആയിരിക്കില്ല. ഒരു ഫാമിലി, അതുപോലെ തന്നെ ഒരു എന്താണ് ദാമ്പത്യ ജീവിതം നയിക്കുന്നവരൊക്കെ കാണുന്നത്, അവർക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. എന്നുവെച്ചാൽ കണക്ട് ചെയ്യുന്നല്ല, അവർ ഇഷ്ടപ്പെടും. നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടറിനോടായാലും അതിലെ ക്യാരക്ടേഴ്സിനോടായാലും, ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ അസിസ്റ്റൻ്റ് നേഴ്സൊക്കെ ഉണ്ട്, ആ പുള്ളിക്കാരത്തിയോടായാലും ഈവൻ ഏത് ക്യാരക്ടർ ഈ സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാം ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമ കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഒരു പോസിറ്റീവ് തന്നെയാണ്, വേറൊരു പോസിറ്റീവാണ്. ഈ ഡയറക്ടറിന്റെ ഫസ്റ്റ് പടം അല്ല, ഡയറക്ടറിന്റെ ഫസ്റ്റ് പടമല്ല, ഡയറക്ടറിന്റെ മുമ്പ് ചെയ്ത പടങ്ങൾ വെച്ചാൽ കിളിപോയ് കോഹിനൂറൊക്കെയാണ്. രണ്ട് ഡയറക്ഷൻ മികവ് കൊണ്ട് നല്ലതായിട്ടിരിക്കുന്ന സിനിമയാണ് കോഹിനൂർ ആണെങ്കിലും കിളിപോയ് ആണെങ്കിലും. അതുകൊണ്ട് അതിന്റെ എല്ലാ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാല് അത് ആ ഒരു മേക്കിംഗ്, ഒരു സിനിമയ്ക്ക് വേണ്ട എന്താണോ ആ ഒരു മേക്കിംഗ്, ഒരു സിമ്പിൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മേക്കിംഗ്. അതായത് നമ്മളില്ല ഓണത്തിനൊക്കെ കാണുന്ന പരസ്യമൊക്കെ പോലെ അത്രയ്ക്ക് ഭയങ്കര റിച്ച് ആയിട്ട് നല്ല രസമുണ്ട്, നല്ല ഫ്രെയിംസ് ഉണ്ട്, സിമ്പിൾ ആയിട്ട് വലിയ ക്യാമറ മൂവ്മെന്റ്, അത് അതെ ലക്ഷറി ഫീൽ, ആ ഒരു ഫ്രഷ്നെസ് അത് ഈ ഒരു സിനിമയ്ക്കുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിഖില വിമലിനെ ഒന്ന് ചിരിച്ച് കണ്ട്. പുള്ളിക്കാരിക്ക് ഒരു നല്ലൊരു ഐശ്വര്യമുള്ള കുറച്ച് സീൻസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ കണ്ടപ്പോൾ ഒരു നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു കോംബോ ഒക്കെ നല്ല വർക്ക് ആയിട്ടുണ്ട്. അല്ല, ക്യാരക്ടേഴ്സിന് ആരും പറയുകയാണെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഉണ്ണിമുകുന്ദന്റെ ഫ്രണ്ടായിട്ട് വരുന്നത്, പിന്നെ മാനേജറായിട്ട് വന്ന രണ്ട് അവരുണ്ട്. അവരെന്ന് വെച്ചാൽ അവർക്ക് ചെറിയ ചെറിയ കോമഡിയാണ്, പക്ഷെ അത് അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു, നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് അതും. പിന്നെ അതും ഉണ്ണിമുകുന്ദൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവരെ കോമഡി സിറ്റുവേഷൻസ് എല്ലാം തന്നെ. അപ്പൊ
അപ്പൊ ഈ വർഷം തന്നെ ഇത് 2ാമത്തെ പടമാണ്. അല്ല അൻപോട് കൺമണി അതും ഈ ഒരു അതൊരു ടോക്സിക് പടം തന്നെ പറയാം, ഒട്ടും ഇഷ്ടപ്പെടാത്തത്. ആ ഒരു സെയിം തീം തന്നെയാണ് ഇതിന് ചർച്ച ചെയ്യുന്നത്. അത് അതിലും കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അതുപോലെ തന്നെ സീരിയസ് മെച്യൂർ ആയിട്ട് അവര് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും ഉണ്ണിമുഖം തന്നെയുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് വെച്ചാല് ഇനി വരുന്ന സിനിമകളിൽ ആ ഒരു മാർക്കോ, എല്ലാരെയും മാർക്കോ ആണെന്ന് തോന്നിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് സ്ഥലത്ത് ആ സെയിം ഷർട്ടും അതുപോലെ തന്നെ കോട്ടൊക്കെ ഇട്ട് ബാക്കിൽ നിന്നുള്ളൊരു സില്ലൗട്ടൊക്കെ ഉണ്ട്. അതിലൊക്കെ കറക്റ്റ് മാർക്കോ തന്നെ, കറക്റ്റ് മാർക്കോ ഫീല്. ഇത് മാർക്കോയ്ക്ക് മുന്നെടുത്തയാണോ മാർക്കോ കഴിഞ്ഞെടുത്തയാണോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. അത് രണ്ടിനും കൂടി ഇടയ്ക്ക് എടുത്തയാണോ. പക്ഷെ ഇതിന് പോരായ്മയായിട്ട് പറയുമല്ല. അല്ല, ഇത് ഞാൻ പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞതാ മാർക്കോ ഫാൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഡിസ്ക്ലൈമർ പറയാനായിട്ട് സൈഡിൽ പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് സിനിമ കണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ അപ്പം കമന്റ് ചെയ്യുക. ഇതാരും പേഴ്സണലായിട്ട് എടുക്കരുത്, ഞങ്ങൾക്ക് തോന്നി. നത്തിങ് പേഴ്സണൽ. അത്രേ ഉള്ളൂ, നിർത്തിക്കോ.